ഹായ്, ഞാൻ ബിനീഷ് അരവിന്ദൻ. ഇവിടെ ആണിന് നീതിയില്ല, പെണ്ണിന് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നവർ ഈ കഥയൊന്ന് കേൾക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവുള്ള 2 കുട്ടികളുടെ അമ്മയായ 45 വയസ്സുള്ള വീട്ടമ്മ 35 വയസ്സുള്ള വിവാഹിതനായ മറ്റൊരു യുവാവുമായി പ്രണയത്തിലാവുന്നു. അവർ പലവട്ടം ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു. ഇക്കാര്യം ഭർത്താവ് അറിയുന്നു. അദ്ദേഹം നാട്ടിലെത്തി കാമുകനായ യുവാവിനെതിരെ കേസ് കൊടുക്കാൻ ഭാര്യയെ പ്രേരിപ്പിക്കുന്നു. കേസ് കൊടുക്കുന്നു. ഇവിടെ നീതി വേണ്ടത് 2 പേർക്കല്ല, 3 പേർക്കല്ല, 6 പേർക്കാണ്. ഭാര്യയ്ക്ക്, ഭർത്താവിന്, കാമുകൻ്റെ ഭാര്യയ്ക്ക്, 2 കുട്ടികൾക്ക്. വിഷമകരമായ സാഹചര്യമാണിത്. കോടതികൾ നെടുവീർപ്പെടുന്ന നിമിഷം. ഇത് കുറ്റകരമല്ലാത്ത വിവാഹേതര ബന്ധമാണോ? അതെ, ഭാര്യയുടെ വിവാഹേതര ബന്ധമാണ്. ഇത് വ്യാജ കൺസെന്റ് നൽകിയുള്ള ബന്ധമാണോ? അതിനും ഉത്തരം അതെ എന്ന് തന്നെയാണ്. കാരണം കാമുകൻ തന്നെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് വിശ്വസിപ്പിച്ചിരുന്നെന്ന് ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം ഭാര്യ പരാതിയിൽ പറഞ്ഞേക്കാം. ഇത് ബലപ്രയോഗത്തിലുള്ള ബന്ധമാണോ? അതിനും ഉത്തരം അതെ. പുരുഷ മുന്നണിക്കാർ പറയും പോലെയാണെങ്കിൽ 2 ആണിനും നീതി കിട്ടണം. അതിങ്ങനെയായിരിക്കണം. അതായത് കാമുകനായ യുവാവിനെ വെറുതെ വിടണം. തേൻ കണ്ടു, അവനത് കുടിക്കാൻ വന്നു എന്ന പ്രാകൃത നീതി. വീട്ടമ്മയിൽ നിന്നും ഭർത്താവിനെ നിരുപാധികം വിവാഹമോചനം അനുവദിക്കണം. അത് വേറൊരു കാട്ടുനീതി. തെറ്റ് ചെയ്തത് സ്ത്രീയാണെന്നാണ് മെൻസ് ഗ്രൂപ്പുകളുടെ വാദം. കാരണം അവൾ ഭർത്താവിന് വഞ്ചിച്ചതിനൊപ്പം കുട്ടികളോടുള്ള ഉത്തരവാദിത്വവും മറന്നുപോയത്രേ. എങ്ങനെയുണ്ട്? കോടതി അങ്ങനെ തീരുമാനിക്കില്ല കേട്ടോ. ഇത്തരം കേസുകളിൽ ബഹുഭൂരിപക്ഷം വിധികളും സ്ത്രീക്ക് അനുകൂലമായി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി കോടതിക്ക് ശേഷം സംഭവിക്കുന്നതോ? കാമുകൻ നെഞ്ചു വിരിച്ച് തന്നെ നാട്ടിൽ നടക്കും. അവന് കൂടുതൽ ഇരകളെ കെട്ടിയേക്കാം. ഭർത്താവ് വിദേശവാസം ഉപേക്ഷിച്ചേക്കാം. ഭാര്യയെ വിവാഹമോചനം ചെയ്തേക്കാം. വിദേശത്തേക്ക് തിരിച്ചു പോയേക്കാം. അല്ലെങ്കിൽ കുടുംബത്തെ കൂടി കൊണ്ടുപോയേക്കാം. കുട്ടികൾ ഇതൊന്നും അറിയാതെ വളരും. 2 പുരുഷന്മാർക്കും പ്രത്യേകിച്ച് നഷ്ടങ്ങളില്ല. സ്ത്രീകളുടെ നഷ്ടമോ? കാമുകനെ വിശ്വസിച്ച് പാതിരാത്രി വീട്ടിൽ കയറ്റിയ ഭാര്യയുടെ സമൂഹ ജീവിതം പാടെ താളം തെറ്റും. അവളുടെ ശബ്ദം പാതാളത്തോളം ദുർബലമാകും. പകൽ വെളിച്ചം നിഷേധിക്കപ്പെടും. കാമുകൻ്റെ വീട്ടിലുള്ള അയാളുടെ യഥാർത്ഥ ഭാര്യയോ? ആ സ്ത്രീയുടെ ആത്മവിശ്വാസവും കുടുംബത്തിൻ്റെ ഭദ്രതയും തകരും. നഷ്ടം സ്ത്രീകൾക്ക് മാത്രമാണെന്ന് വീണ്ടും പറയേണ്ടി വന്നൊരു ഉദാഹരണം. ഈ വിഷയത്തിലെ സമ്പൂർണ്ണ വീഡിയോ ബിനീഷ് അരവിന്ദൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ നൽകാം. സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ ബിനീഷ് അരവിന്ദൻ എന്ന് സെർച്ച് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം. നന്ദി.